നേരം വല്ലാതെ വെളുത്തുവല്ലോ. വല്ലാതെ വെളുത്തിട്ടൊന്നുമില്ല. 8 മണിയാകുന്നേ ഉള്ളൂ. വേഗം സ്ഥലം വിട്. ഉറങ്ങിപ്പോയി. നേരം വെളുത്തത് അറിഞ്ഞില്ല. ഇനിയിപ്പോ ഇവിടെ കുളിച്ച് താമസിക്കാവുന്നതാ. വേഗം സ്ഥലം വിട്. എന്നെ കാണാൻ ഇവിടെ കുറെ ആളുകൾ വരും. ഇറങ്ങ. നിന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. സാറേ, സാറേ, സാറോ, തമ്പി സാറേ, സാർ, തമ്പി സാർ, സാറേ, തമ്പി സാറേ. ഞാൻ വിചാരിച്ചു സാർ എഴുന്നേറ്റ് കാണില്ലെന്ന്. രാത്രി മുഴുവൻ തകർത്തടിച്ച് എഴുതി കാണും. ഒരു 4 രംഗമെങ്കിലും തീർന്നിരിക്കും അല്ലേ സാർ? എന്താണ് സാർ മുഖത്തൊരു കള്ള ലക്ഷണം? കള്ള ലക്ഷണം? ആ, ചെമ്പരനില്ലെങ്കിലും സാർ എഴുതുമല്ലേ? എത്ര രംഗം എഴുതി സാർ? ആ, കുറച്ച് എഴുതി. ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഞാനൊരു കാര്യം ചെയ്യും. ഈ ഫ്ലാസ്കും പേപ്പറും ഒക്കെ വെച്ചിട്ട് പോയിക്കോ. എന്നെ കാണാം. എന്നാ ഈ പേപ്പർ അകത്ത് വെച്ച ഇവിടെ വെച്ചാ മതി. ഇതൊന്നാണ് സാർ മനുഷ്യൻ ഒരുമാതിരി. ഞാൻ പറഞ്ഞില്ലേ വിശംബര, ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ആകെ കുഴയും. ശരി, ഞാൻ പോയേക്കാം. ആ, ഉച്ചയാകുമ്പോ പിള്ള സാറിങ്ങി വരും. എന്തിന്? എന്താ വരണ്ടെന്ന് പറയണോ? ഒന്നും പറയണ്ട. എന്നാ വൈകിട്ട് ഞാൻ വരും. ഇന്നലത്തെ കേട് തീർക്കണ്ടേ? വേണ്ടോ, അതൊക്കെ ഡിസ്റ്റർബൻസ് ആവും. എന്താണ് സാർ പുതിയൊരു ഡിസ്റ്റർബൻസ്? ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. താമ്പോ ഇത് പറയണത് ഓടോ. ഏയ്, എന്നോട് ഇറങ്ങിപ്പോവാൻ പറയരുത്. ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അവരെന്നെ കൊല്ലും. ആര് കൊല്ലുന്നു? ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയാണല്ലോ. ആരാ കൊല്ലാൻ വരുന്നേ? എന്നോടൊന്നും ചോദിക്കരുത്. ഞാനൊന്നും പറയില്ല. രാത്രിയാവുമ്പോ ഞാൻ പോയിക്കോളാം. ഉച്ചക്ക് പിള്ളേച്ചൻ വരുമ്പോ ഞാനെന്ത് സമാധാനം പറയുന്നു? നീ ആരാന്ന് പറ കൊച്ചേ. ആരും അറിയില്ല സാർ. ഞാനിതിനകത്തിരുന്നോളാം. സന്ധ്യാകുമ്പോ പൊയ്ക്കോളൂല്ലോ. വിശക്കുന്നുണ്ടോ? പല്ലുതൊക്കെ കുളിക്കാന്ന് വെച്ചാ ചെയ്. സൂക്ഷിച്ചും കണ്ടും വേണം. ഞാൻ മാനമര്യാദക്ക് ജീവിക്കുന്നവനാ. രണ്ട് ഇട്ട് കഴിച്ചോ. നല്ല വിശപ്പ് കാണും. അവിടെ ഇരുന്ന് കഴിച്ചോ. സാറിനെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അതൊന്നും സാരമില്ല, കഴിച്ചോ. എന്താ പേര്? പറയാൻ മടിയുണ്ടോ? വനിത. ഇന്നലെ രാത്രി നിന്നെ കണ്ടിട്ട് ഒരു അലവലാതി പെണ്ണാണെന്ന് എനിക്ക് തോന്നിയത്. ഇല്ലെങ്കിൽ പാതിരാത്രി ഒറ്റക്കരം കറങ്ങൂ. പക്ഷേ ഇപ്പൊ കണ്ടിട്ട് കുടുംബത്തിൽ പറഞ്ഞോളാന്ന് തോന്നുന്നു. എന്താ നിന്റെ പ്രശ്നം? നീ എവിടെന്നാ വരുന്നത്? ദയവ് ചെയ്ത് സാറിനോടൊന്നും ചോദിക്കരുത്. ഞാനൊന്നും പറയില്ല. പിന്നെ വേണ്ട. കഴിച്ചിട്ട് ആ മുറി തന്നെ കയറിയിരുന്നോ? ഇരുട്ടുമ്പോഴേക്കും സ്ഥലം വിട്ടോണം.
വനിതേ, പേടിക്കണ്ട, ഇറക്കി വിടാനൊന്നുമല്ല. അവിടെ ഇരുന്നിട്ട് എന്റെ പണി നടക്കുന്നില്ല. നീയാ കാരണം. ക്ഷമിക്കണം സർ. വരൂ, നമുക്ക് അവിടെ പോയിരിക്കാം. എന്തെങ്കിലും സംസാരിച്ചിരിക്കാമല്ലോ. ആരെങ്കിലും വന്നാലോ? അത് സാരമില്ല, വരുമ്പോ മാറിയാ മതി. വരൂ. ഇരിക്ക്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? നേരത്തെ മനസ്സിലായി. നാടകമെഴുന്ന തമ്പി സാറല്ലേ? ഞാൻ പത്രത്തിൽ പടം കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ തീരെ അപരിചിതനല്ല. ഇരിക്ക്. വനിതയ്ക്ക് എന്തും എന്നോട് തുറന്നു പറയാം. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ അറിയാൻ എനിക്ക് വളരെയേറെ കൗതുകമുണ്ട്. വനിതയെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാം. നിൽക്കൂ. നിനക്ക് ബന്ധുക്കളാരുമില്ലേ? അച്ഛനും അമ്മയും? കല്യാണം കഴിച്ചാണോ? അല്ല. പറയൂ കുട്ടി, ഞാൻ ആരാണെന്ന് നിനക്കറിയാം. ഉപദ്രവകാരിയല്ലെന്നും മനസ്സിലായല്ലോ. നീ ആരാണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വെറും ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ്, ഒരു ക്യൂരിയോസിറ്റി. നിന്റെ നാടേതാ? എറണാകുളത്താ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട് ഇപ്പോഴെനിക്ക് വീടില്ല. അച്ഛനും അമ്മയൊക്കെ? അച്ഛൻ മരിച്ചുപോയി. അമ്മയോ? അമ്മയുണ്ട്, എവിടെയാണെന്ന് അറിയില്ല. ഞാനെല്ലാം പറയാം. ഞാൻ എന്റെ കഥ സാറിനോട് പറയാം. സാറിനൊരു പക്ഷെ പ്രയോജനപ്പെടും. തുടക്കം മുതൽ പറയാം. സാറ് മുഴുവൻ കേൾക്കൂ. കേൾക്കാം. എന്റെ അച്ഛൻ പട്ടണത്തിലെ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. എക്സ്പോർട്ടായിരുന്നു ബിസിനസ്. അച്ഛന്റെ പേര് സേതുമാധവൻ എന്നായിരുന്നു. അമ്മയുടെ പേര് എലിസബത്ത് എന്ന. അവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചതായിരുന്നു. ഞങ്ങൾ 2 കുട്ടികളാ. എന്റെ ഇളയതാണ് മോഹൻ. എല്ലാ സുഖങ്ങളുടെയും നടുവിലാ ഞങ്ങൾ വളർന്നു വന്നത്. പക്ഷേ വീട്ടിൽ എന്തോ സമാധാനമില്ലായിരുന്നു. അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിടാത്ത ദിവസങ്ങളില്ല. ചിലപ്പോൾ അച്ഛൻ വീട് വിട്ട് ദിവസങ്ങളോളം ഹോട്ടലുകളിലും മറ്റും തങ്ങും, അമ്മയുടെ ശല്യം സഹിക്കാൻ വയ്യെന്നും പറഞ്ഞ്. അച്ഛൻ പോയാൽ അമ്മ ഇറങ്ങും. ഞങ്ങൾ കുട്ടികൾ തനിച്ചാവും. വേലക്കാരുണ്ടാവും വല്ലതും വെച്ചു തരാൻ. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഏതാണ്ട് ഇതായിരുന്നു വീട്ടിലെ സ്ഥിതി. അറിവ് വെച്ചപ്പോൾ, ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ഓരോന്നിന്റെയും അർത്ഥം പിഴയറ്റി തുടങ്ങി. ഒരിക്കലും ഒത്തുചേരാൻ പാടില്ലാത്ത 2 വ്യക്തികളായിരുന്നു എന്റെ അച്ഛനും അമ്മയും എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ കോളേജിൽ 1ാം വർഷം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അച്ഛന്റെ ബിസിനസ്സിൽ നഷ്ടങ്ങൾ വന്നു തുടങ്ങി. അച്ഛന്റെ ശ്രദ്ധക്കുറവുകൊണ്ടാകാം അത് സംഭവിച്ചത്. മനസ്സമാധാനം നഷ്ടപ്പെട്ട അച്ഛൻ ശാരീരികമായും തളർന്നിരുന്നു. വീട്ടിൽ പണത്തിന്റെ കുറവ് ആദ്യമായി അനുഭവപ്പെട്ടു തുടങ്ങി. പട്ടിണിയുടെ വക്കോളം എത്തി. എന്റെ യുവത്വത്തിന്റെ സ്വപ്നങ്ങളുടെ നിറങ്ങൾ മങ്ങിത്തുടങ്ങി. ഞാൻ പുതിയ സ്വപ്നങ്ങൾ തേടി. കവിതകളായി അത് ഞാൻ നെയ്തെടുത്തു. കവിതകളായിരുന്നു എന്റെ ജീവൻ.